അപ്പോൾ നമ്മൾ 3Nയുടെ സൈലൻസ് ഊരി എടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചായിരുന്നു അന്ന് ശ്യാമ വെൽഡ് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്ക് എക്സോസ്റ്റ് വയ്ക്കാനുള്ള പ്ലാനാണ്. ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ സൈലൻസർ എല്ലാം ഇളക്കിയിട്ടുണ്ടായിരുന്നു. കുറേ കഞ്ഞിയും കറിയും വെക്കേണ്ടി വന്നു. ഇവിടെ ഇളക്കിയപ്പോൾ ത്രെഡോടെയാണ് വന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഇവിടുത്തെ ചേട്ടൻ സമ്മതിക്കില്ല. എന്നാലും ഒളിച്ചും പാത്തൊക്കെ നമുക്ക് എടുക്കാൻ നോക്കാം. എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ 3Nയുടെ സൈലൻസ് ഊരി എടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചായിരുന്നു അന്ന് ശ്യാമ വെൽഡ് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്ക് എക്സോസ്റ്റ് വയ്ക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ ചേട്ടൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്ക് സൈലൻസറിൽ ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് കട്ട് ചെയ്തായിരുന്നു സൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് തിരിച്ച് വെൽഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ആയിട്ടൊന്ന് ചെറിയ ഭാഗം മാത്രമേ വെൽഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഒളിച്ചും പാത്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം സ്റ്റോക്ക് സൈലൻസർ വെച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു വലിയ ഗ്യാപ്പ് വന്നായിരുന്നു. അതായത് ഒരു ബെൻഡിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ടച്ച് ആയിട്ടുള്ളൂ, മറ്റേ സൈഡ് ഓപ്പൺ ആയിരുന്നു. അപ്പം അത് ആ ചേട്ടൻ ഷീറ്റ് വെച്ചിട്ട് വളച്ച് കർവ് ചെയ്ത് അടയ്ക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് നമ്മൾ സാധാരണ എക്സോസ്റ്റ് ഊറിനെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടി സ്റ്റോക്ക് ആക്കിയൊക്കെയാണ്. സൗണ്ട് കേൾക്കാം. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം എഞ്ചിനിൽ നിന്ന് ഒരു ടൈമിംഗ് ചെയിൻ്റെ നോയ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്ക്ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് അത് ക്ലിയറായി. അങ്ങനെ എന്താണെന്ന് കൂടെ ക്ലിയറായി. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൊക്കെ കൊണ്ട് ഒന്ന് ചേർക്കുക. അപ്പോൾ ഞാനിന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.